ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് അമിതമായ സ്നേഹവും അർപ്പണബോധവും കാണിച്ചിട്ടും ഒടുവിൽ ഒറ്റപ്പെടലിന്റെ തടവറയിലേക്ക് നമ്മൾ മാത്രം തള്ളപ്പെടുന്നത് എന്ന്. നമ്മൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചവർക്ക് നമ്മുടെ പരിഗണനകൾ ഒരു ഭാരമായി മാറുന്നതെന്തുകൊണ്ടെന്ന ചോദ്യം ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാറുണ്ട്. നന്മ ചെയ്താൽ നന്മ മാത്രമേ തിരികെ ലഭിക്കൂ എന്ന് കരുതി നടന്ന നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന്റെ ക്രൂരമായ മുഖം കണ്ട് തകർന്നുപോയിട്ടുണ്ട്. ജീവശ്വാസം പോലെ കരുതിയവർ ഒരു നിമിഷം കൊണ്ട് അപരിചിതരെ പോലെ അകന്നുപോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ശൂന്യത വാക്കുകൾക്കതീതമാണ്. മാനസികമായി നമ്മൾ പൂർണ്ണമായും തകർന്നുപോകുന്ന ആ അവസ്ഥയിലൂടെ കടന്നുപോകാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ ഇവിടെയാണ് നമ്മളൊരു വലിയ മനഃശാസ്ത്രപരമായ സത്യം തിരിച്ചറിയേണ്ടത്. മനുഷ്യരെ അളക്കുന്നതിലും അവരുടെ താൽപ്പര്യങ്ങളെ മനസ്സിലാക്കുന്നതിലും നമ്മൾ വരുത്തുന്ന ചില പിഴവുകളാണ് വഞ്ചനയുടെ പടുകുഴിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആളുകളെ തിരിച്ചറിയുക എന്നത് ഈ ലോകത്ത് നിലനിൽക്കാൻ അത്യാവശ്യമായൊരു കലയാണ്. മറ്റുള്ളവരെ സംശയിക്കാനല്ല, മറിച്ച് സ്വന്തം മനസ്സിന്റെ സമാധാനം സംരക്ഷിക്കാൻ ഈ തിരിച്ചറിവ് അനിവാര്യമാണ്. ബുദ്ധന്റെ ദർശനങ്ങളിൽ മനുഷ്യ മനസ്സിന്റെ ഈ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. ഒരാൾ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണോ അതോ അഭിനയമാണോ എന്ന് മനസ്സിലാക്കാൻ ചില വഴികളുണ്ട്. മനുഷ്യൻ അത്ര ലളിതമായൊരു പുസ്തകമല്ല. ഓരോ വാക്കിനും ഓരോ പെരുമാറ്റത്തിനും പിന്നിൽ പലപ്പോഴും സ്വാർത്ഥമായ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ഒരേ തെറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ജീവിതത്തിൽ ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും ബുദ്ധൻ ഉപദേശിച്ച ആ വലിയ സത്യങ്ങൾ ഉൾക്കൊള്ളുക. ഇവ വെറും ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ വൈകാരികമായ കരുത്ത് വർദ്ധിപ്പിക്കുന്ന തിരിച്ചറിവുകളാണ്. നമ്മുടെ സന്തോഷത്തിൽ മാത്രം പങ്കുചേരുന്നവരും തളർച്ചയിൽ നമ്മെ കൂടുതൽ തകർക്കാൻ നോക്കുന്നവരും ചുറ്റുമുണ്ട്. ആരെയൊക്കെ കൂടെ നിർത്തണം, ആരെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നതിൽ വ്യക്തമായ ധാരണയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കളിപ്പാവയായി തുടരും. ഈ അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനമാണ് ഈ ചിന്തകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. പലപ്പോഴും നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് അവരുടെ മധുരമായ വാക്കുകൾ കേട്ടാണ്. എന്നാൽ വാക്കുകൾക്കല്ല, പ്രവർത്തിക്കാണ് യഥാർത്ഥ മൂല്യമെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. സംസാരിക്കാൻ ആർക്കും കഴിയും, എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് സ്തുതിക്കുന്നവർ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അയാളെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത സാഹചര്യത്തിലാണ്. സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മെസ്സേജുകൾക്ക് മറുപടി വൈകും, കോളുകൾ അവഗണിക്കപ്പെടും, നേരിട്ട് കാണുമ്പോൾ തിരക്കുകൾ അഭിനയിക്കും. ഈ മാറ്റം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് സ്നേഹമായിരുന്നില്ല, മറിച്ച് വെറും സ്വാർത്ഥത മാത്രമായിരുന്നു. ഇത്തരം മാറ്റങ്ങളെ തിരക്ക് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നമ്മൾ വീണ്ടും അവരുടെ പുറകെ പോകുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒരാൾക്ക് നിങ്ങളോട് യഥാർത്ഥ താൽപ്പര്യമുണ്ടെങ്കിൽ എത്ര തിരക്കിലാണെങ്കിലും അവർ സമയം കണ്ടെത്തും. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളല്ല അവരുടെ മുൻഗണന എന്ന് വ്യക്തമാണ്. ഈ സത്യം ഉൾക്കൊള്ളാൻ മനസ്സ് മടിക്കുന്നത് നമ്മൾ അവരെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ടാണ്. എന്നാൽ സത്യത്തെ എത്രകാലം മൂടിവെക്കാൻ കഴിയും? ഒടുവിൽ അത് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ നല്ലത് തുടക്കത്തിലെ തിരിച്ചറിവാണ്. വാക്കുകളെക്കാൾ ആളുകളുടെ നിശബ്ദതയെയും പ്രവൃത്തികളെയും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് ഒട്ടുമിക്ക മനുഷ്യരും മുഖംമൂടികൾ അണിഞ്ഞാണ് ജീവിക്കുന്നത്. ആ വേഷപ്രച്ഛന്നതയ്ക്ക് പിന്നിലെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ബുദ്ധൻ പറയുന്ന രണ്ടാമത്തെ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത് അയാൾക്ക് അധികാരമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അനുകൂലതയോ ലഭിക്കുമ്പോഴാണ്. സാധാരണ സാഹചര്യങ്ങളിൽ എല്ലാവരും നല്ലവരായി അഭിനയിക്കാൻ ശ്രമിക്കാറുണ്ട്. സമൂഹത്തിൽ ഒരു നല്ല പ്രതിച്ഛായ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ മേൽ അധികാരം ലഭിക്കുമ്പോഴോ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ അവരുടെ ഉള്ളിലെ യഥാർത്ഥ അഹങ്കാരവും സ്വാർത്ഥതയും പുറത്തുവരും. ഉദാഹരണത്തിന്, തങ്ങളെക്കാൾ പദവിയിലോ സാമ്പത്തിക നിലയിലോ താഴെയുള്ളവരോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. ഒരു ഹോട്ടലിലെ വെയിറ്ററോടോ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോടോ അയാൾ സംസാരിക്കുന്ന രീതിയിൽ അയാളുടെ യഥാർത്ഥ സംസ്കാരം പ്രതിഫലിക്കുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരോടും പണക്കാരോടും ബഹുമാനം കാണിക്കുന്നത് വെറും സ്വാർത്ഥലാഭത്തിനു വേണ്ടിയാണ്. എന്നാൽ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാനില്ലാത്ത തങ്ങളെക്കാൾ ദുർബലരായ മനുഷ്യരോട് കരുണയും ബഹുമാനവും കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യർ. അത്തരക്കാരെയാണ് ജീവിതത്തിൽ കൂടെ നിർത്തേണ്ടത്. നേരെ മറിച്ച് തങ്ങളെക്കാൾ താഴെയുള്ളവരെ പുച്ഛത്തോടെ കാണുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ഒരു നല്ല സുഹൃത്തോ പങ്കാളിയോ ആകാൻ യോഗ്യരല്ല. ഇന്ന് അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ ക്രൂരത നാളെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും നിങ്ങളോടും കാണിക്കും. അവർ നമ്മളോട് സ്നേഹത്തിലാണല്ലോ എന്ന് കരുതി അത് അവഗണിക്കുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ ചതിക്കാൻ ഒട്ടും സമയം വേണ്ടിവരില്ല. അതുകൊണ്ട് മനുഷ്യരെ പദവി കൊണ്ടല്ല, അവരുടെ ഹൃദയത്തിലെ നന്മ കൊണ്ട് വേണം അളക്കാൻ.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകൾ എപ്പോഴും ഇരവാദം ഉയർത്തുന്നവരായിരിക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരാജയങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം മറ്റുള്ളവരാണെന്ന് അവർ എപ്പോഴും വിളിച്ചു പറയും. സ്വന്തം തെറ്റുകൾ ഒരിക്കലും സമ്മതിക്കാത്ത ഇവർ എല്ലാ കുറ്റവും മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് എപ്പോഴും നിരപരാധികളായി അഭിനയിക്കുന്നു. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളോടുള്ള ഇവരുടെ സ്നേഹം താൽക്കാലികം മാത്രമാണ്. നാളെ നിങ്ങളുമായി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഇവർ ലോകത്തിനു മുന്നിൽ നിങ്ങളെ ഒരു വില്ലനായി ചിത്രീകരിക്കും. തങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം മറച്ചുവെച്ച് നിങ്ങൾ കാരണം തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് കള്ളക്കണ്ണീർ ഒഴുക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ താഴ്ത്തിക്കെട്ടുന്ന ഒന്നാണ്. ഇത്തരക്കാരുടെ കൂടെ ജീവിക്കുന്നത് ഒരു ടൈം ബോംബിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ്. എപ്പോഴാണത് പൊട്ടുക എന്ന് പറയാൻ കഴിയില്ല. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനോ തിരുത്താനോ തയ്യാറാകാത്ത, എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഉത്തമം. ബുദ്ധൻ പറഞ്ഞതുപോലെ മനസ്സിന്റെ സമാധാനമാണ് മറ്റെന്തിനേക്കാളും വലുത്. ആ സമാധാനം നശിപ്പിക്കുന്ന യാതൊന്നിനെയും ജീവിതത്തിലേക്ക് അടുപ്പിക്കരുത്. മനുഷ്യരെ തിരിച്ചറിയുക എന്നതുകൊണ്ട് അവരെ വെറുക്കണം എന്നല്ല അർത്ഥം. മറിച്ച് അവരിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കണമെന്ന് കൃത്യമായി തീരുമാനിക്കുക എന്നതാണ്. അത് നിങ്ങളെ കൂടുതൽ പക്വതയോടെ ചിന്തിക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിത വഴികളിൽ അമിതമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന കുറേ മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ വീഴ്ചകളിൽ ആനന്ദം കണ്ടെത്തുന്നവരും സ്വകാര്യതകളെ പരസ്യമാക്കാൻ വെമ്പുന്നവരുമായ ഒരു വിഭാഗം എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടാകും. ബുദ്ധൻ പറയുന്ന മൂന്നാമത്തെ നിയമം ഇത്തരം മനുഷ്യരെക്കുറിച്ചുള്ളതാണ്. ഒരാൾ നിങ്ങളുടെ മുന്നിലിരുന്ന് മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും രഹസ്യങ്ങളും വളരെ ആവേശത്തോടെ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ, അയാൾ മറ്റൊരിടത്തിൽ ചെന്ന് നിങ്ങളുടെ രഹസ്യങ്ങളെയും ഇതേപോലെ വിറ്റഴിക്കുന്നുണ്ടാകും. അപവാദം പറയുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും വിശ്വസ്തനായ സുഹൃത്താകാൻ കഴിയില്ല. സംസാരിക്കാൻ എപ്പോഴും പുതിയ വിഷയങ്ങൾ തിരയുന്ന ഇക്കൂട്ടർ അതിനുവേണ്ടി ആരുടെ ജീവിതം വേണമെങ്കിലും ബലി കൊടുക്കാൻ മടിക്കില്ല. ഇവരുടെ വാക്കുകൾ കേട്ട് ഇവർ നമ്മളെ വിശ്വസിച്ചാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അത് നമ്മുടെ വലിയൊരു മൗഢ്യമാണ്. ഇവർക്ക് ആരോടും ആത്മാർത്ഥതയില്ല, മറിച്ച് തങ്ങളുടെ സംസാര വിഷയങ്ങൾക്കായി ആരെയും ഉപയോഗിക്കുമെന്നതാണ് സത്യം. ഇത്തരം ആളുകളോട് നമ്മുടെ സ്വകാര്യ കാര്യങ്ങളോ ബലഹീനതകളോ തുറന്നു പറഞ്ഞാൽ അത് നാളെ നമുക്ക് തന്നെ വലിയൊരു കെണിയായി മാറും. ഒരു ചെറിയ പിണക്കമുണ്ടായാൽ നമ്മൾ വിശ്വസിച്ചു പറഞ്ഞ രഹസ്യങ്ങളെല്ലാം ഇവർ മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയും. ആ സമയത്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇവരുടെ സ്വഭാവം ഇതാണെന്ന് തുടക്കത്തിൽ തന്നെ അവർ കാണിച്ചു തന്നിരുന്നു. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് നമ്മളാണ്. ഇവിടെയാണ് നിശബ്ദതയുടെ ഊർജം നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കേണ്ടതില്ല. ചില മനുഷ്യരുടെ തരംതാണ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ തർക്കിക്കാൻ പോകരുത്. പകരം നിശബ്ദമായി അവരിൽ നിന്ന് ഉൾവലിയുകയാണ് ചെയ്യേണ്ടത്. നാം എത്രത്തോളം നിശബ്ദരാകുന്നുവോ അത്രത്തോളം കാര്യങ്ങളെ വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കും. അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും തങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പക്വതയുള്ള മനുഷ്യർ എപ്പോഴും ശാന്തരായിരിക്കും. തങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ അനാവശ്യ പ്രകടനങ്ങൾക്ക് മുതിരാറില്ല. വ്യാജമായ മനുഷ്യർ എപ്പോഴും തങ്ങളുടെ നന്മകളെക്കുറിച്ച് വാചാലരാകും. താൻ എത്രത്തോളം ദാനം ചെയ്യുന്നുണ്ടെന്നോ താൻ എത്ര വലിയ നല്ലവനാണെന്നോ അവർ നിരന്തരം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥ നന്മയുള്ള ഒരാൾ അത് ഒരിക്കലും വിളിച്ചു പറയുകയില്ല. അയാളുടെ പ്രവൃത്തികളിൽ അത് സ്വാഭാവികമായി നിഴലിക്കും. ആളുകളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഈ പ്രകടനപരതയെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തി എപ്പോഴും എന്തിനെക്കുറിച്ചാണോ അമിതമായി സംസാരിക്കുന്നത് അയാളുടെ ഉള്ളിൽ അതിൻ്റെ വലിയൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. പണത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവന് ഉള്ളിൽ പണമില്ലാത്തതിൻ്റെ ഭയമായിരിക്കും. തൻ്റെ സത്യസന്ധതയെക്കുറിച്ച് അമിതമായി പ്രസംഗിക്കുന്നവൻ്റെ ഉള്ളിൽ വഞ്ചനയുടെ കറുത്ത ചിന്തകളായിരിക്കും മറഞ്ഞിരിക്കുന്നത്. ഈ മനഃശാസ്ത്രപരമായ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നിലെത്തുന്ന മനുഷ്യരിൽ ആരാണ് യഥാർത്ഥ വ്യക്തിത്വമുള്ളവർ എന്ന് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ജീവിതത്തിൽ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ തിരിച്ചറിവ് നിങ്ങളെ ഏറെ സഹായിക്കും. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ മറ്റുള്ളവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് നമ്മൾ കടുത്ത പ്രതിസന്ധികളിലൂടെയും തീരാവേദനകളിലൂടെയും കടന്നുപോകുന്ന നിമിഷങ്ങളിലാണ്. ബുദ്ധന്റെ നാലാമത്തെ നിയമം മനുഷ്യരുടെ ഈ നിസ്സഹായാവസ്ഥയിലെ പെരുമാറ്റത്തെ വളരെ കൃത്യമായി വരച്ചുകാട്ടുന്നുണ്ട്. നിങ്ങളുടെ നല്ല കാലത്ത്, അതായത് കൈനിറയെ പണവും പദവിയും ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വലിയൊരു ജനാവലി തന്നെ ഉണ്ടാകും. നിങ്ങളെ പുകഴ്ത്താനും നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാനും അവരൊക്കെ മത്സരിക്കും. എന്നാൽ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം തുടങ്ങുകയും നിങ്ങൾ സാമ്പത്തികമായോ മാനസികമായോ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ എത്ര പേർ ബാക്കിയുണ്ടാകുമെന്ന് നോക്കുക. വലിയൊരു ശതമാനം ആളുകളും ആ നിമിഷം നിങ്ങളിൽ നിന്ന് പതിയെ വഴുതിമാറും. ചിലർ ഫോൺ കോളുകൾ അവഗണിക്കും. ചിലർ നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചു വഴിമാറിപ്പോകും. അങ്ങേയറ്റം ഇരുളടഞ്ഞ ആ സമയത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന
നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ആ ചുരുക്കം ചിലരുണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ. ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ സന്തോഷങ്ങളെ മാത്രം സ്നേഹിച്ചവരാണ്, അല്ലാതെ നിങ്ങളെയല്ല. നമ്മൾ പലപ്പോഴും വരുത്തുന്ന വലിയൊരു തെറ്റുണ്ട്. നല്ല സമയത്ത് കൂടെയുണ്ടായിരുന്ന ആ വ്യാജന്മാരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി തെറ്റിദ്ധരിക്കും. പിന്നീട് അവർ നമ്മെ തനിച്ചാക്കി പോകുമ്പോൾ മാനസികമായി തകർന്നു പോകുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, മനുഷ്യർ വരികയും പോവുകയും ചെയ്യുന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. ആരും ഇവിടെ സ്ഥിരമായി നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ കൂടെയുള്ളപ്പോൾ അവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ അളവും ആത്മാർത്ഥതയും തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. ഒരാൾക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ അവർ നിങ്ങളെ കളിയാക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. മറിച്ച് നിങ്ങൾക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള വലിയൊരു ഊർജമായി അവർ മാറും. അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും, ഒരുപക്ഷെ 1-2 പേർ മാത്രം. എന്നാൽ ആ 1-2 പേരാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. 1000 വ്യാജ സുഹൃത്തുക്കൾ കൂടെയുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വിലപ്പെട്ടതാണ് നമ്മുടെ അവസ്ഥകളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരൊറ്റ നല്ല സുഹൃത്തു കൂടെയുള്ളത്. പലരും തങ്ങളുടെ ഒറ്റപ്പെടൽ ഭയന്നാണ് അർഹതയില്ലാത്തവരെ പോലും ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നത്. ആ ഭയം കാരണം അവർ തങ്ങളെ ചൂഷണം ചെയ്യുന്നവരെയും നെഞ്ചേറ്റാൻ നിർബന്ധിതരാകുന്നു. ഇതൊരു വലിയ കെണിയാണ്. ഒറ്റപ്പെടൽ എന്നാൽ ഒരിക്കലും ഒരു ശാപമല്ല, മറിച്ച് മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ പൂർണ്ണമായും തനിച്ചായിരിക്കുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയൂ. നമ്മുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകളെയും അർത്ഥമില്ലാത്ത അറ്റാച്ച്മെന്റുകളെയും ഉപേക്ഷിക്കാൻ ആ നിശബ്ദത നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരുടെ താൽക്കാലിക പരിഗണനകൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ആത്മാഭിമാനം ഒരിക്കലും പണയം വെക്കരുത്. ആര് കൂടെയുണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും എന്നൊരു വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ നിങ്ങളെ അത്ര വേഗം വേദനിപ്പിക്കില്ല. ആ തിരിച്ചറിവ് നൽകുന്ന ഒരു വൈകാരിക സ്വാതന്ത്ര്യമുണ്ട്. അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ ഇരുണ്ട വശങ്ങളിലൊന്നാണ് അസൂയ. പുറമെ നമ്മുടെ വിജയങ്ങളിൽ സന്തോഷം അഭിനയിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത പകയും അസൂയയും സൂക്ഷിക്കുന്ന ഒരു വലിയ വർഗം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. ബുദ്ധന്റെ 5ാമത്തെ നിയമം ഇങ്ങനെയുള്ള കപടവേഷധാരികളെ തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു വിജയം കൈവരിക്കുമ്പോഴോ നല്ലൊരു മാറ്റമുണ്ടാകുമ്പോഴോ കൂടെയുള്ളവരുടെ മുഖത്തെ ഭാവങ്ങൾ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ കണ്ണുകളിൽ ആ സന്തോഷം പ്രതിഫലിക്കും. എന്നാൽ ഉള്ളിൽ അസൂയയുള്ളവർ പരിഹാസത്തോടെ മാത്രമേ ആ വിജയത്തെ നോക്കിക്കാണൂ. എല്ലാം ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണെന്നോ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ലെന്നോ പറഞ്ഞ് നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഇകഴ്ത്താൻ അവർ ശ്രമിക്കും. നിങ്ങളുടെ നേട്ടങ്ങൾ അവരിൽ വലിയൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വീഴാൻ അവർ കാത്തിരിക്കുകയാണ്. നിങ്ങൾ തകർന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് ഇത്തരക്കാരായിരിക്കും. ഇവർക്ക് നേരെ നന്മ കാണിച്ചാൽ അവരുടെ ഉള്ളിലെ അസൂയ മാറുമെന്ന് കരുതുന്നത് വലിയൊരു മൗഢ്യമാണ്. അസൂയ എന്നത് നിങ്ങളുടെ കുഴപ്പമല്ല, മറിച്ച് അവരുടെ അപകർഷതാബോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണ്. തങ്ങൾക്ക് നിങ്ങളെപ്പോലെ ആകാൻ കഴിയാത്തതിന്റെ വിഷമമാണ് അവർ അസൂയയായി പുറത്തുവിടുന്നത്. അതുകൊണ്ട് ഇത്തരം മനുഷ്യരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് വെറും സമയം കളയലാണ്. അതിനേക്കാൾ ഉചിതം അവരിൽ നിന്ന് സുരക്ഷിതമായ ഒരു അകലം പാലിക്കുക എന്നതാണ്. നിങ്ങളുടെ സന്തോഷങ്ങളെയും ലക്ഷ്യങ്ങളെയും ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ ചോർത്തിക്കളയാൻ അവർക്ക് വലിയ കഴിവുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കണം. നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി ആനന്ദിക്കുന്നവരുമായ മനുഷ്യർക്ക് മാത്രം ജീവിതത്തിൽ സ്ഥാനം നൽകുക. അമിതമായ പ്രതീക്ഷകൾ മറ്റുള്ളവരിൽ വെച്ചു പുലർത്തുമ്പോഴാണ് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉടലെടുക്കുന്നത്. നമ്മളൊരാളെ കണ്ണുമടച്ച് വിശ്വസിക്കുമ്പോൾ അവർ നമ്മളെ ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാറുണ്ട്. എന്നാൽ ആ പ്രതീക്ഷയാണ് പിന്നീട് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. മനുഷ്യരെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് കാണിക്കുന്ന അതേ സ്നേഹം നാളെ അവർ കാണിക്കണമെന്നില്ല. ഈ അസ്ഥിരതയെ അല്ലെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നാം പഠിക്കണം. പ്രകൃതിയിലെ സകലതും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മാത്രം എങ്ങനെ മാറാതിരിക്കും? ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റ മാറ്റങ്ങൾ നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കില്ല. അവരെ അവരുടെ സ്വഭാവത്തോടെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം അവരെ അടുപ്പിക്കണം എന്നതിൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഉള്ളിലെ അമിതമായ ചിന്തകൾ പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാറുണ്ട്. ഒരാൾ ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം മൗനം പാലിക്കുന്നതായിരിക്കാം. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളോട് പിണങ്ങിയതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് എന്നാണ്. ഇവിടെയാണ് മനഃശാസ്ത്രപരമായ വിവേകം നാം കാണിക്കേണ്ടത്. ആളുകളെ തിരിച്ചറിയുക എന്നാൽ എപ്പോഴും അവരുടെ കുറ്റങ്ങൾ തേടി നടക്കുക എന്നല്ല, മറിച്ച് സാഹചര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണുക എന്നതാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഭയത്തിലും ആശങ്കയിലും അഭിരമിക്കുന്നവയാണ്. ആരെങ്കിലും നമ്മെ ഉപേക്ഷിച്ചു പോകുമോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ ചതിക്കുമോ എന്ന ഭയമാണ് നമ്മെ മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ ദുർബലരാക്കുന്നത്.
നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം പ്രതീക്ഷിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ നിയന്ത്രണം അവരുടെ കൈകളിലേക്ക് മാറിപ്പോകുന്നത്. അവർ നമ്മെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ആനന്ദിക്കുന്നു, അവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തളരുന്നു. അതിനർത്ഥം നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരുടെ കൈകളിലാണെന്ന് തന്നെയാണ്. ബുദ്ധൻ പഠിപ്പിച്ചത് മനസ്സിന്റെ യജമാനൻ നമ്മൾ തന്നെയാകണം എന്നാണ്. മറ്റൊരാളുടെ വാക്കുകൾക്കോ പെരുമാറ്റങ്ങൾക്കോ നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയെ തകർക്കാൻ അനുവാദം നൽകരുത്. വ്യാജ സുഹൃത്തുക്കളെയും വിഷലിപ്തമായ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ ബുദ്ധന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ സഹായിക്കും. ഒരു ബന്ധത്തിൽ നിങ്ങൾക്കെപ്പോഴും മാനസിക സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, അവിടെ നിങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതൊരു ആരോഗ്യകരമായ ബന്ധമല്ല. സ്നേഹമെന്നത് സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നായിരിക്കണം, അല്ലാതെ നിങ്ങളെ ഒരു കൂട്ടിലിടാൻ ശ്രമിക്കുന്ന ചങ്ങലയാകരുത്. ചില ആളുകൾ നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളെ കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയുന്ന ശൈലി സ്നേഹമല്ല, മറിച്ച് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും സ്നേഹത്തിന്റെ അമിതഭാരം കൊണ്ട് ഇതെല്ലാം സഹിച്ചു നിൽക്കും. പക്ഷേ ഓർക്കുക, സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ മാനസിക സമാധാനവും ആത്മാഭിമാനവും ബലി നൽകി നേടുന്ന ഒരു ബന്ധവും നിങ്ങളുടെ ജീവിതത്തിന് ഗുണം ചെയ്യില്ല. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും ശരി, അതിൽ നിന്ന് ധൈര്യത്തോടെ പുറത്തു കടക്കാൻ നിങ്ങൾക്ക് കഴിയണം. തുടക്കത്തിൽ അത് വലിയ വേദനയുണ്ടാക്കിയേക്കാം, കാരണം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ടാകും. എന്നാൽ ആ താൽക്കാലിക വേദനയേക്കാൾ എത്രയോ ഭീകരമാണ് ജീവിതകാലം മുഴുവൻ ഒരു നരകതുല്യമായ ബന്ധത്തിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത്. വിട്ടുകളയുക എന്നത് ദുർബലതയുടെ ലക്ഷണമല്ല, മറിച്ച് അത് നിങ്ങളുടെ അസാമാന്യമായ ആത്മശക്തിയുടെ ലക്ഷണമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് അതിനേക്കാൾ ഉദാത്തമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആളുകളെ തിരിച്ചറിയാനുള്ള ഈ നീണ്ട യാത്രയിൽ സ്വയം തിരിച്ചറിയുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ സ്വന്തം ഉള്ളിലെ അഴുക്കുകൾ കാണാൻ മറന്നുപോകുന്നു. മറ്റുള്ളവരിൽ നിന്ന് ആത്മാർത്ഥത മാത്രം പ്രതീക്ഷിക്കുന്ന നമ്മൾ അവർക്ക് തിരികെ എന്താണ് നൽകുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് വലിയ താൽപ്പര്യമാണ്, എന്നാൽ നമ്മെ തന്നെ വിലയിരുത്താൻ നമുക്ക് വലിയ മടിയുമാണ്. ബുദ്ധന്റെ ദർശനങ്ങൾ എപ്പോഴും വിരൽ ചൂണ്ടുന്നത് പുറത്തേക്കല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്കാണ്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരേയൊരു കാര്യം നമ്മുടെ സ്വന്തം മനസ്സിനെയാണ്. മറ്റുള്ളവരുടെ ചതിയിൽ നിന്നും കപടമായ സ്നേഹത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം വൈകാരികമായ പക്വത വളർത്തുക എന്നതു മാത്രമാണ്. ആരും നിങ്ങളെ വേദനിപ്പിക്കാൻ വരാതിരിക്കില്ല, എന്നാൽ ആ വേദനയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഒരു കല്ല് വെള്ളത്തിൽ വീഴുമ്പോൾ അത് ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നു, എന്നാൽ ഒരു താമരയിലയിൽ വീഴുന്ന വെള്ളത്തുള്ളി അതിലൊട്ടാതെ തെറിച്ചു പോകുന്നു. നമ്മൾ ആ താമരയിലയെപ്പോലെയാകണം. ജീവിതത്തിൽ പലതരത്തിലുള്ള മനുഷ്യരുമായി ഇടപഴകേണ്ടി വരും. ചതിക്കുന്നവരും നുണ പറയുന്നവരും അസൂയയുള്ളവരുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകും. എന്നാൽ അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലെ നന്മയെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. പലരും ചോദിക്കാറുണ്ട്, എല്ലാവരെയും വിശ്വസിച്ചിട്ടും വഞ്ചന മാത്രമേ കിട്ടിയുള്ളൂ, ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ലേ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ഒരിക്കലും അന്ധമായ ഒന്നാകരുത്, അത് വിവേകത്തോടെയുള്ളതാകണം. ഒരാളെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുൻപ് അയാളെ പല സാഹചര്യങ്ങളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവരുടെ പ്രവൃത്തികൾ വാക്കുകളോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഉള്ളിലെ ഏകാന്തതയും സ്നേഹത്തിനായുള്ള ദാഹവും കാരണം നമ്മൾ കാണുന്ന ആദ്യത്തെ ആളിൽ തന്നെ സർവ്വവിശ്വാസവും അർപ്പിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റ്. മനസ്സിന് ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. ധ്യാനാത്മകമായ ഒരു മനസ്സിന് കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാൾ അനാവശ്യമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തില്ല. മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വഞ്ചനയുണ്ടാകുമ്പോൾ അവർ തകർന്നു പോകില്ല. പകരം അതൊരു ജീവിത പാഠമായി കണ്ടവർ മുന്നോട്ടു പോകും. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പരാജയങ്ങളും വഞ്ചനകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരും വിവേകശാലികളുമാക്കാനുള്ള പ്രകൃതിയുടെ വഴികളാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മനസ്സ് മാറുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമായി തോന്നും. ഈ ചിന്തകളുടെ അവസാന നാഴികക്കല്ലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു വലിയ ശാന്തത അനുഭവപ്പെടേണ്ടതുണ്ട്. ആളുകളെ തിരിച്ചറിയാൻ ബുദ്ധൻ നൽകിയ ആ 5 നിയമങ്ങളും മനഃശാസ്ത്രപരമായ ഈ തിരിച്ചറിവുകളും കേവലം അറിവുകളായി മാത്രം മനസ്സിൽ തങ്ങി നിൽക്കരുത്. അവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി രൂപാന്തരപ്പെടണം. നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്, ഈ ഭൂമിയിൽ ആരും പൂർണ്ണരല്ല. എല്ലാവരിലും നന്മയും തിന്മയും ഇടകലർന്ന് കിടപ്പുണ്ട്. ചില സാഹചര്യങ്ങളിൽ നല്ല മനുഷ്യർ പോലും തെറ്റുകൾ ചെയ്തേക്കാം.
അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ പൂർണ്ണമായി വെറുക്കേണ്ടതില്ല. അവരോട് കരുണ കാണിക്കുക, പക്ഷേ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ അവരെ ഒട്ടും അനുവദിക്കരുത്. മറ്റുള്ളവരുടെ മുഖംമൂടികൾ അഴിക്കാൻ നടക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെയും അനാവശ്യ ബന്ധങ്ങളെയും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ജനിക്കും. ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ അന്തർലീനമായ സമാധാനം. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, നിങ്ങളെ ചതിച്ചവർ, അവരോടൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പക തോന്നേണ്ടതില്ല. പകരം അവരോട് നന്ദി പറയുക. കാരണം നിങ്ങളെ ഇന്ന് കാണുന്ന ഈ ശക്തനായ വ്യക്തിയാക്കി മാറ്റിയത് അവരാണ്. അവരിലൂടെയാണ് ജീവിതത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ പഠിച്ചത്. ആ വഞ്ചനകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നീ കാണുന്ന വൈകാരിക പക്വത നേടുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒരു അനുഗ്രഹമായി കാണുക. നിങ്ങളുടെ മനസ്സിനെ ഒരു ശാന്തമായ തടാകം പോലെ സൂക്ഷിക്കുക. അതിലേക്ക് ആര് കല്ലെറിഞ്ഞാലും ആ കല്ല് താഴേക്ക് പതിക്കും, എന്നാൽ തടാകം വീണ്ടും ശാന്തമാകും. ഇതേ ശാന്തത നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. മനുഷ്യരെ അവരുടെ രീതിക്ക് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കുതിക്കുക. ആരും നിങ്ങളെ ഇനി പറ്റിക്കില്ല, കാരണം നിങ്ങളുടെ കൂടെ ഇപ്പോൾ വിവേകത്തിന്റെ വെളിച്ചമുണ്ട്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനസ്സൽപ്പമെങ്കിലും ശാന്തമായിട്ടുണ്ടെങ്കിൽ, അതാണ് ഈ ചിന്തകളുടെ വിജയം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ നിശബ്ദതയെ അനുഭവിക്കൂ. ജീവിതം വളരെ ലളിതമാണ്, നമ്മളാണ് അതിനെ സങ്കീർണമാക്കി മാറ്റുന്നത്. ഇനി മുതൽ ആ വിവേകത്തോടെ, ആ ശാന്തതയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയ്ക്ക് എൻ്റെ പ്രണാമം.